കേരളം വിട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ആശ്വാസ കേന്ദ്രങ്ങളാണ് ഈ കാണുന്നത്. ചായ കുടിക്കാൻ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ചായക്കട ഉണ്ടാവില്ല, ഇതുപോലത്തെ കടകളൊക്കെ ഉണ്ടാവുള്ളൂ. ബിസ്ക്കറ്റ്, ചായ, മുറുക്ക്, നമ്മുടെ കേരളത്തിൽ ഇല്ലാത്തൊരു സാധനങ്ങൾ വേണ്ട. ഇതൊക്കെ ഇവിടെ വെക്കുന്നുണ്ട്. മനുഷ്യന് വേണ്ട സാധനങ്ങളൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ എന്തിട്ടാ. ഇതിപ്പോൾ ഞങ്ങൾ പാർക്കിംഗ് ഏരിയയില കർണാടക അത്തിപ്പള്ളി RTO കഴിഞ്ഞിട്ട് ഇവിടെ പാർക്കിങ്ങായി കാണുന്നത്. ഇവിടെ എല്ലാ നാനാജാതി ആൾക്കാരുണ്ട്. ഇവിടെ ഞങ്ങളെല്ലാവരും ഒരു ജാതിയാണ്. ജാതി അങ്ങനെയാണ് ഇങ്ങനെയൊന്നുമില്ല. ഇവിടെ മുസ്ലിമോ ഹിന്ദു ക്രിസ്ത്യൻ എല്ലാവരും ഉണ്ടായാണ്. അതിൽ ഞങ്ങളുടെ വിജയവും. രാഷ്ട്രീയക്കാരുടെയൊക്കെ പോകാൻ പറയും, വോട്ടിന് വേണ്ടി കളിക്കണ കളി വേണ്ട, എല്ലാവരും ഒരുപോലെ. ചെറുവണ്ടി ഉണ്ട്, വലിയ വണ്ടി ഉണ്ട്, എല്ലാ ഗാഡികളും ഉണ്ട് ഇവിടെ. ഏറ്റവും വരെയുണ്ട് ഗാഡി. പാർക്കിങ്ങാ ഹൈവേ റോഡ് അതോറിറ്റിയുടെ പാർക്കിംഗ്. നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ് ഇത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം കൊണ്ട് കരിക്കട, ലോട്ടറി കട, തട്ടുകട ഒക്കെ കൊണ്ടുപോയി എന്നിട്ട് വണ്ടി എടുത്ത് മാറ്റുന്നത്. ഇവിടെ ഒരു തകയില്ല, കാരണം ഈ ഒരു കടയുള്ളൂ ചേട്ടന്. ബാക്കിയുള്ള കടകളൊക്കെ അപ്പുറത്ത്. ഈ ഒരു കടയുള്ളൂ ഇവിടെ, അത് ഒതുക്കിയിട്ടേക്കണ. ഒരാൾക്ക് ശരിയില്ലാത്തത്. എത്രയോ വണ്ടിക്കാരവിടെ നിൽക്കണം. ഇത് കേരളത്തിൽ ഏതെങ്കിലും ഒരു ഗ്യാപ്പ് കണ്ട അപ്പം കൊണ്ട് കരിക്കടയും തട്ടുകടയും കൊണ്ട് വയ്ക്കും. അതിൻ്റെ ലോറിക്കാരെ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് മാറ്റും തന്നെ പറഞ്ഞു. എല്ലാ വണ്ടിക്കാരുണ്ട്, ചെറുവണ്ടികളുണ്ട്. ഏറ്റവും വരെ വണ്ടിയുണ്ട്. ഒരു കിലോമീറ്ററാണ്, 1 കിലോമീറ്റർ മേലെയുണ്ട്. കംപ്ലീറ്റ് വണ്ടികളാണ്. ആ സൈഡിലും കിടക്കുന്നുണ്ട് റോഡിൻ്റെ. നമ്മുടെ നാട്ടിൽ മാത്രം ആരെങ്കിലും വണ്ടിയുടെ ഒരു ലോറിക്കാർ വന്നൊന്ന് ഉറങ്ങാൻ വേണ്ടി സ്ഥലം നോക്കി കഴിഞ്ഞാൽ അപ്പം അവിടെ നിർത്തി മാറ്റും. ഒരു ശല്യം. ഇവർക്ക് കട റൂം വാടകയ്ക്ക് എടുത്ത് കഴിഞ്ഞിട്ട് നടത്തിക്കൂടെ. ഒരു റോട്ടിൽ വണ്ടിക്കാർ വരുന്ന സ്ഥലത്ത് കൊണ്ടുകഴിഞ്ഞായിട്ട് ഉള്ള കട ഇട്ട് കഴിഞ്ഞിട്ട് ആ വണ്ടിക്കാരെ വന്ന് നക്കട്ടുകാരും. ഇവിടെ കണ്ട ഈ ഒരു കടയുള്ളൂ, സാധാരണക്കാരൻ്റെ കട. ചായ, മുറുക്ക്, എല്ലാ ഐറ്റവും ഉണ്ട്. ചെറിയ കട. ഇതുകൊണ്ടാണ് ഇവരൊക്കെ ജീവിക്കണത്. വലിയ 5 സ്റ്റാർ ഒന്നുമല്ല. ഞങ്ങളുടെ ലോറിക്കാർക്ക് എല്ലാവർക്കും ഒരു ആശ്രയമാണത്. എല്ലാവരും ഒരു മനസ്സിലാണ്. അതിനിവിടുത്തെ ഞങ്ങളുടെ ഐക്യം. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.